എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിഗോവിന്ദൻ നമ്പൂതിരി, പുതുമനയില്ലം, കാഞ്ഞങ്ങാട്. ആസ്ട്രോ വൈഷ്ണവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ശനിദോഷം. എന്താണ് ശനിദോഷം? ഏഴര ശനി, കണ്ടകശനി ദോഷങ്ങൾ എന്താണ്? അതിന് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് ആ പ്രശ്നങ്ങളെ മറികടക്കാം? ആർക്കൊക്കെയാണ് ഇപ്പോൾ ഏഴര ശനി, കണ്ടകശനി ദോഷം ഉള്ളത്? അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12-ലും 2-ലും ലഗ്നത്തിലും, അതായത് 12 ലഗ്നം 2-ാം ഭാവത്തിലൂടെ ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിനെയാണ് ഏഴര ശനി എന്ന് പറയുക. അതായത് ഒരു രാശിയിൽ 2.5 വർഷത്തോളം ശനി നിൽക്കുന്ന പറയാണ്. അപ്പോൾ അങ്ങനെ 3 രാശിയിലും കൂടി 7.5 വർഷം. ഈ 7.5 വർഷക്കാലം ആ വ്യക്തിക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും. 12-ാം, അതായത് ചന്ദ്രാൽ 12-ൽ ശനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് സ്ഥാനമാറ്റങ്ങൾ, സ്ഥാനചലനങ്ങൾ ഉണ്ടാവും, ആരോഗ്യക്കുറവുണ്ടാവും, അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടാൻ തുടങ്ങും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ മനസാവാച അറിയാത്തതായ കാര്യങ്ങളിൽ പോലും പെട്ട് നമുക്ക് പല വിധത്തിലുള്ള കേസുകളൊക്കെ ഈ കാലഘട്ടത്തിൽ വരുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അത് ലഗ്നത്തിലേക്ക് പോകുമ്പോൾ, ചന്ദ്ര ലഗ്നത്തിലേക്ക് പോകുന്ന സമയത്ത് കളത്ര ദുരിതങ്ങൾ ഉണ്ടാവും. അതുപോലെ ആരോഗ്യസ്ഥിതിയിൽ പലവിധ പ്രയാസങ്ങൾ വരും. എല്ലാ കാര്യങ്ങളിലും തടസ്സം നേരിടുന്നതായിട്ടും കാണാൻ പറ്റും. അത് കഴിഞ്ഞത് 2-ലേക്ക് പോകുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ട് പ്രയാസങ്ങളുണ്ടാവും. കൂടാതെ കുടുംബക്കാരിൽ നിന്നും, നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകാൻ വേണ്ടിയിട്ട് മാറി പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഈ കാലം ഏറ്റവും ദുസ്സഹമായിട്ടാണ് പറയുന്നത്. അപ്പം ഏഴര ശനിയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നത് കണ്ടകശനിയാണ്. അത് ചന്ദ്രാൽ അതിൻ്റെ കേന്ദ്രഭാവങ്ങളായ 4, 7, 10 ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടത്തിനെയാണ് കണ്ടകശനി എന്ന് പറയുന്നത്. കണ്ടകശനി ഏഴര ശനിയേക്കാളും ദോഷം കുറച്ച് കുറവായിരിക്കും. 4-ലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ കുടുംബത്തിൽ നിന്നും, വാഹനത്തിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നമുക്ക് പ്രയാസങ്ങൾ നേരിടുന്നതായിട്ടാണ് കണ്ടുവരാറ്. 7-ാം ഭാവത്തിലേക്ക് പോകുമ്പോഴേക്ക് വിവാഹ ജീവിതം, അതുപോലെ യാത്ര, അനാവശ്യമായ യാത്രകൾ കൊണ്ട് പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുക, അതൊക്കെയാണ് 7-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ടുവരാറ്. 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, നമ്മൾ ജോലി മാറി വേറെ ജോലിക്ക് പോവുക, അതൊക്കെ അതിൽ തടസ്സം ഉണ്ടാവുക, കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വരിക, എന്നാൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഇല്ലാണ്ട് വരിക. ഇതാണ് 10-ാം ഭാവത്തിലൂടെ. അങ്ങനെ ഏഴര ശനി, കണ്ടകശനി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏഴര ശനി കാലം എന്ന് പറയുന്നത്, അതായത് ഏഴര ശനിയുള്ള നക്ഷത്രങ്ങൾ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി തൊട്ട് അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം, ഇത്രയും നാളുകൾക്കാണ് ഏഴര ശനി ദോഷം ഉള്ളത്. കണ്ടകശനി ദോഷമുള്ള നാളുകൾ എന്ന് പറയുന്നത് മകീരത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ 1/4 ഭാഗവും കണ്ടകശനി. ഈ നക്ഷത്രക്കാർക്ക് കർമ്മസ്ഥാനത്താണ് കണ്ടകശനി ഉള്ളത്. 10-ലാണ് കണ്ടകശനി ഉള്ളത്. ഉത്രം, അതുപോലെ അത്തം, ചിത്തിരേര, ഈ നാളുകാർക്കാണ് പിന്നെ കണ്ടകശനി ഉള്ളത്. ആ നക്ഷത്രക്കാർക്ക് 7-ാം ഭാവത്തിലാണ് കണ്ടകശനിയുടെ അനുഭവം ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂലവും പൂരാടവും ഉത്രാടത്തിക്കാലുകാർക്കും ഇപ്പോൾ ഈ കണ്ടകശനിയുടെ കാലമുണ്ട്. അവർക്ക് 4-ാം ഭാവത്തിലൂടെയാണ് ഈ ശനി സഞ്ചരിക്കുന്നത്. അപ്പം ഇതാണ് ഏഴര ശനി, കണ്ടകശനിയുടെ ഇപ്പോഴത്തെ ഉള്ള നാളുകാർക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിഹാരം, ഇത് ഒരു രാശിയിൽ 2.5 വർഷമാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ശനി മാറിയേക്കുന്നത്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഏകദേശം നമുക്ക് 10 മാസത്തോളമായി. ഇനി ഒരു 2 വർഷത്തിൻ്റെ അടുത്ത്, ഒരു 1.25 വർഷം കൂടി ഈ കണ്ടകശനിയുടെ ദോഷം
ഏഴരശനിയുടെ ദോഷമൊക്കെ ഉണ്ടാവും. കണ്ടകശനിക്കാർക്ക് ഈ പറഞ്ഞ കാലയളവ് കഴിയുമ്പോൾ മാറും. എന്നാൽ ഏഴരശനി മാറാൻ കുറച്ച് നാളുകാർക്ക് മാത്രമേ, അതായത് അവിട്ടത്തരയും ചതയവും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗമുള്ളവർക്ക് മാത്രമേ ഈ 2 വർഷത്തിനടുത്ത് വരുമ്പോൾ ഈ ഏഴരശനി മാറുകയുള്ളൂ. അപ്പോൾ മറ്റ് നാളുകൾക്കത് ബാധിക്കും. ഇനി ഇതിൻ്റെ പരിഹാരം നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ എന്ത് പരിഹാരം നോക്കുമ്പോഴും ഈ മനുഷ്യരുടെ ഇടയിൽ ഒരു പ്രത്യേക രീതിയിലാണ് ജീവിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്, അതുപോലെ മനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർ, വിവേകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർ, അതുപോലെ ബോധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർ. ഈ 4 വിഭാഗം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ, അതായത് ഈ 4 ഘടകങ്ങളും ചേർന്നാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ. അതിൽ ചില ആൾക്ക് മാത്രം ഇത് കുറച്ച് അധികരിച്ച് നിൽക്കും. ചില ആൾക്ക് ശരീരത്തിനായിരിക്കും പ്രാധാന്യം കൂടുതലും. അവർ കിടക്കുക, ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, തൻ്റെ സുഖങ്ങൾക്ക് ആരെങ്കിലും തടസ്സം നിൽക്കുമ്പോൾ ശക്തമായിട്ടുള്ള ദേഷ്യം വരിക, അങ്ങനെ സുഖിച്ച് ജീവിക്കുക. അവർ വരും കാലഘട്ടത്തെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കില്ല, തൻ്റെ അപ്പോഴത്തെ സുഖം മാത്രമായിരിക്കും ചിന്തിക്കുക. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. മനസ്സെന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു മറ്റുള്ളവരോട് ചെറിയൊരു സ്നേഹ മനോഭാവമൊക്കെ ഉണ്ടാവും. അവരാണ് മനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർ. കുറച്ചും കൂടി കൂടിയതാണ് വിവേകം കൊണ്ട്. വിവേകം കൊണ്ട് ജീവിക്കുന്നവർക്ക് കുറച്ചും കൂടിയും ത്യാഗ മനോഭാവം കൂടുതലായിരിക്കും. കാരണം അവർ പലതും ഉപേക്ഷിക്കേണ്ടി വരും. അവരുടെ ചിന്താഗതി എപ്പോഴും എല്ലാത്തിനെയും സുരക്ഷിതമായിട്ട് നിർത്താമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വഴിപാട് കഴിക്കുമ്പോൾ വ്യത്യാസമുണ്ടാകും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പരിഹാരം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പൊതുവിൽ ഈ 4 ഘടകങ്ങളും കൂടിയാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശനിയാഴ്ച ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ശനിദോഷത്തിന് പരിഹാരം ചെയ്യാം. അപ്പോൾ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പായസ നിവേദ്യങ്ങൾ, എള്ളു പായസം നേദിക്കുക. ഭഗവാന് എള്ളു പായസം നേദിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ആദ്യത്തെ ശനിക്ക് ശാസ്താവിനെയാണ് നമ്മൾ ഇതിനകത്ത് ശനിയുടെ ദോഷത്തിന് കൂടുതലും ഭജിക്കേണ്ടത്. പിന്നെ ശനീശ്വര ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പോയി ഭജിക്കാം, മഹാദേവനെയും ഭജിക്കാം. എന്നാലും ശാസ്താവിനാണ് പ്രാധാന്യം. അപ്പോൾ ആദ്യത്തെ ശനിയാഴ്ച ശാസ്താവിന് എള്ളു പായസം കഴിച്ചുകൊണ്ട് പരിഹാരം ചെയ്യാം. എന്നിട്ട് നമ്മുടെ ശനിദോഷം മാറട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ശനിയാഴ്ച വരുമ്പോൾ നമ്മൾ മനസ്സിന് പ്രാധാന്യം കൊടുക്കുക. ഈ മനസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം കാണുക, കേൾക്കുക, അത് കണ്ടാൽ മാത്രമേ അതിന് ഉറപ്പ് വരുള്ളൂ. അപ്പോൾ മനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വഴിപാട് കഴിക്കുമ്പോൾ ഭഗവാന് നമ്മൾ കഴിക്കേണ്ടത് നീരാഞ്ജനം കഴിക്കുക, അതുപോലെ ഭഗവാന് മാല ചാർത്തുക, ശാസ്താവിന് തുളസി മാല ചാർത്തുക, നീരാഞ്ജനം കഴിക്കുക. അങ്ങനെ ഭഗവാന് നന്നായിട്ട് ആ ശനിയാഴ്ച വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം. നീരാഞ്ജനം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എള്ളുതിരി കത്തിച്ച് വെച്ചിട്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ ആദ്യത്തെ ശനിയാഴ്ച എള്ളു പായസവും, രണ്ടാമത്തെ ശനിയാഴ്ച നീരാഞ്ജനം, തുളസിമാല ചാർത്തുക, ഭഗവാന് മാലയൊക്കെ ചാർത്തി തൊഴുത് മനസ്സിനെ സന്തോഷപ്പെടുത്തുക. ആദ്യത്തെ ശനിയാഴ്ച ശരീരത്തിനെ സന്തോഷപ്പെടുത്തുക, രണ്ടാമത്തെ ശനിയാഴ്ച മനസ്സിനെ സന്തോഷപ്പെടുത്തുക, മൂന്നാമത്തെ ശനിയാഴ്ച വിവേകത്തിനാണ്. വ്യാഴത്തിൻ്റെ വിവേകത്തിനാണ് പ്രാധാന്യം, ബുദ്ധിക്കാണ് പ്രാധാന്യം. അപ്പോൾ ആ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വ്യാഴമാണ് നമ്മളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് മന്ത്രോപദേശങ്ങളാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ശാസ്താവിന് ശാസ്ത്ര സൂക്ത അർച്ചന നടത്തുക, ശനീശ്വര ക്ഷേത്രത്തിൽ ശനീശ്വര മന്ത്ര അർച്ചനകൾ നടത്തുക, അത് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ ശനിയാഴ്ച ശനിക്ക് വേണ്ടിയിട്ട്, ദോഷത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ നാലാമത്തെ ശനിയാഴ്ച വരുന്ന സമയത്ത് ബോധത്തിനാണ് പ്രാധാന്യം. നമുക്ക് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റി നിർത്തി, മനസ്സിനെ ഒന്ന് ഏകാഗ്രപ്പെടുത്തി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ സങ്കല്പം ചെയ്ത് ആ ദിവസം നമ്മൾ ഒരിക്കൽ ഊണോട് കൂടിയിട്ട് എടുക്കുക. അതായത് പറ്റുമെങ്കിൽ അത്താഴം ഉപേക്ഷിക്കുക എന്നാണ് പറയുക. അല്ലെങ്കിൽ ചെറുതായിട്ട് ഫലമൂലാദികൾ, എന്തെങ്കിലും ഫലങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ആ വ്രതം ഒരിക്കലായിട്ട് എടുത്തു നോക്കാം. ഇങ്ങനെ എടുത്താൽ നമുക്ക് ശനിയുടെ ദോഷത്തിന് പരിഹാരം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ തടസ്സങ്ങളൊക്കെ മാറി വരും. ഇനി ശനിയെക്കുറിച്ച് ശനി നമ്മളെ കർമ്മ മേഖലയൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഗ്രഹമാണ്. ഇപ്പോൾ ശനിയെക്കുറിച്ച് കുറച്ചും കൂടിയും സൂക്ഷ്മമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ശനി എന്ന് പറയുന്ന ഗ്രഹം നമ്മളെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുക. ശനിയുടെ സ്വാധീനം വരുമ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ നമ്മൾ ചെറിയ ചെറിയ സൂത്രപ്പണികളിലൂടെ രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെയാണ് ഇത് നമുക്ക് പ്രയാസം ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു,
ഇതിനകത്ത് നമുക്ക് ഉയർച്ച വേണമെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി കാണേണ്ടി വരും. അപ്പോൾ ഈ ശനിയുടെ പ്രവർത്തനത്തിൽ നമുക്ക് ഈഗോയൊക്കെ പ്രവർത്തിക്കും, അഭിമാനം പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ അത്രയും പോയി അവിടെ പോയി കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കില്ല. അങ്ങനെ ശനി ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് കഠിനമായിട്ട് പരിശ്രമിക്കണം. മറ്റുള്ളവരെ കാണേണ്ട കാര്യത്തിന് കണ്ട് തന്നെ ആവണം. അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, കുറച്ച് നേരം കഴിയട്ടെ, പിന്നെ പോയി കാണാം എന്നൊക്കെ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ പരാജയത്തിലേക്ക് പോകും. പിന്നെ ശനീശ്വര കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, പിതൃക്കളെ നന്നായിട്ട് സ്മരിക്കണം. ശനിദോഷം, ഏഴര ശനി കാലഘട്ടത്തിൽ പിതൃക്കളെ നമ്മൾ ശ്രദ്ധയോടുകൂടി ഭജിക്കണം. കറുത്ത വാവ് വരുമ്പോൾ ഒരിക്കലും ഊണൊക്കെ എടുക്കുക, പിതൃക്കളെ പ്രാർത്ഥിക്കുക, പിതൃക്കൾക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ ചെന്ന് വഴിപാടുകൾ കഴിക്കുക. കാരണം നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഈഗോയാണ് ഈ ശനിയിൽ പ്രവർത്തിക്കുക. മറ്റൊരാളെ കാണാൻ പോകുമ്പോൾ നമുക്കുള്ളിലൊരു അപകർഷതാബോധമോ എന്തൊക്കെ ആ സമയത്ത് നമുക്ക് ഉണ്ടാവും. നമ്മൾ ആൾക്കാരെ നേരിടാൻ പോവാതെ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ രക്ഷപ്പെടാനാണ് ശനികാലത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെക്കാനും കൂടി നമ്മൾ ശ്രമിച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നാളിൽ ശനിദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറും, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. അതുപോലെ നമ്മളെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിൽ ശനിക്ക് വളരെ പങ്കുണ്ട്. പിന്നെ ഈ പറയുന്നതിൽ ശനിയെ വെച്ച് നമ്മളിതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ശനിദോഷം നിവർത്തിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളിത് ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക്, ഇതുപോലെയുള്ളവർക്ക് ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം.